നമസ്കാരം. കണ്ണൂരിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കിട്ടിയത് ബോംബല്ല. ബോംബെന്ന് കരുതി തൊഴിലുറപ്പ് തൊഴിലാളികൾ വലിച്ചെറിഞ്ഞത് നിധിക്കുടമായിരുന്നു. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് നോക്കാം. അതായത് കണ്ണൂർ ചെങ്ങളയിലാണ് നിധി സംശയിക്കുന്ന വസ്തുക്കൾ കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായിരുന്നു ഇത് കിട്ടിയത്. എന്നാൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ബോംബാണ് എന്ന സംശയത്താൽ ഇതിനെ വലിച്ചെറിയുകയായിരുന്നു. അപ്പോൾ ഇത് പൊട്ടുകയും അതിനകത്തു നിന്ന് സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും എല്ലാം അടങ്ങിയ നിരവധി വസ്തുക്കൾ, നിധിയായി കരുതപ്പെടാവുന്ന നിരവധി വസ്തുക്കളാണ് പുറത്തു വന്നത്. കണ്ണൂർ പരിപ്പായി ഗവൺമെൻറ് LP സ്കൂളിനടുത്ത് സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ നിന്നാണ് ഇവ കിട്ടിയിരിക്കുന്നത്. മഴക്കുഴി എടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളാണ് നിധിയെന്ന് തോന്നുന്ന വസ്തുക്കൾ കണ്ടെത്തിയത്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കിട്ടിയ നിധി എന്ന് കരുതപ്പെടുന്ന ഇതിനകത്ത് ഉള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം. അതായത് 17 മുത്തുമണികളാണ്. ഒപ്പം തന്നെ 13 സ്വർണ്ണ പതക്കങ്ങൾ, കാശിമാലയുടെ 4 പതക്കങ്ങളും, ഒരു സെറ്റ് കമ്മൽ, വെള്ളി നാണയങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് ഈ നിധികുടം എന്ന് നാം കരുതുന്ന ഇതിനകത്തു നിന്നും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും വിശദമായ പരിശോധന പുരാവസ്തു വകുപ്പ് നടത്തും. അതിനുശേഷം മാത്രമേ നമുക്ക് ഇതിന്മേൽ ഒരു എന്താണിത്, നിധിയാണോ എന്താണെന്നുള്ള കാര്യം വ്യക്തമാക്കാൻ കഴിയൂ. എന്തായാലും വെള്ളി നാണയങ്ങളിലൊന്നും വർഷമോ മറ്റോ ഡീറ്റെയിൽസോ ഒന്നും ഇല്ലാത്തതിനാൽ നമുക്ക് ഉടൻ എന്തായാലും ഇതിനെപ്പറ്റി പറയാൻ കഴിയില്ല. പോലീസ് വസ്തുക്കൾ തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. പുരാവസ്തു വകുപ്പ് കാലപ്പഴക്കം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷമേ വ്യക്തമായൊരു വിവരം വരികയുള്ളൂ. എന്തായാലും വീണ്ടും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അവിടെ നിന്നും നിധികുടം കിട്ടിയതായുള്ള വാർത്തകളും വരുന്നുണ്ട്.